അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്പേഷ്യൽ റെസൊല്യൂഷനെ കുറിച്ചാണ്. അപ്പോൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് റിഫ്ലക്റ്റഡ് എനർജി ബൈ ഈച്ച് ഒബ്ജക്റ്റ് ഈസ് കാൾഡ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. അപ്പോൾ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നാൽ ഓരോ വസ്തുക്കളും റിഫ്ലക്റ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ലെവലിലായിരിക്കും. ഇപ്പോൾ ഒരു പ്ലാന്റ്സിൽ നിന്ന് വരുന്ന എനർജി ലെവൽ ആയിരിക്കില്ല ഒരു റോക്സ് അല്ലെങ്കിൽ ഒരു പാറയിൽ നിന്ന് വരുന്നത്. അതായിരിക്കത്തില്ല ഒരു ജീവനുള്ള മറ്റുള്ള ഒരു ജന്തുവിൽ നിന്ന്, ഇപ്പോൾ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വരുന്നത്. അപ്പൊ അതേ കണക്ക് ഓരോ വസ്തുക്കളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു എനർജിയെ ലെവൽ ചെയ്താണ്, അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന എനർജിയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. The sensors on artificial satellites distinguish objects on the Earth's surface based on their spectral signature and transmit in the information of digital format into the terrestrial stations. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ഈ ഓരോ ഒബ്ജക്റ്റുകളിൽ നിന്നും വരുന്ന ഈ എനർജി ഉണ്ടല്ലോ, റിഫ്ലക്ട് ചെയ്യുന്ന എനർജിയെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭൂമിയിലേക്കുള്ള ട്രാൻസ്മിഷൻ ടെറസ്ട്രിയൽ സ്റ്റേഷൻ, അതായത് ഭൂമിയിലുള്ള ഇതിനെ നിയന്ത്രിക്കുന്ന സ്റ്റേഷനിലേക്ക് ഇതിനെ ഡിജിറ്റൽ ഫോർമാറ്റിൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന് ചിലപ്പോൾ സംഖ്യാരൂപത്തിലായിരിക്കും, ചിലപ്പോൾ ചിത്രത്തിന്റെ രൂപത്തിലായിരിക്കും, അങ്ങനെ പല പല തരത്തിലുള്ള ഡിജിറ്റൽ ഫോർമാറ്റിൽ നമ്മുടെ ഭൂമിയിലേക്ക് അയക്കും. ദിസ് ഇന്റർപ്രറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് the computers and converted into the picture format. അപ്പൊ ഈ കിട്ടുന്ന ഇൻഫർമേഷനെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി പല ചിത്രങ്ങളും മറ്റുമൊക്കെ ആക്കി മാറ്റുകയും അതിന്റെ സഹായത്താലാണ് ആ സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ദീസ് ആർ കാൾഡ് സാറ്റലൈറ്റ് ഇമേജറീസ്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് സാറ്റലൈറ്റ് ഇമേജറീസ് എന്നാണ്. അതായത് നമ്മൾ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഓരോ വസ്തുക്കളും പുറപ്പെടുവിക്കുന്ന സിഗ്നേച്ചറിനെ അല്ലെങ്കിൽ അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന എനർജിയെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ഒബ്ജക്റ്റിനെയും ഐഡന്റിഫൈ ചെയ്യുകയും ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ നമ്മുടെ ടെറസ്ട്രിയൽ സ്റ്റേഷനിലുള്ള ഭൂമിയിലുള്ള സ്റ്റേഷനിലേക്ക് അതിനെ അയക്കുകയും അതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു, പിക്ചർ രൂപത്തിലും മറ്റുമൊക്കെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടി കൺവേർട്ട് ചെയ്തെടുക്കുന്ന പിക്ചറുകളാണ് സാറ്റലൈറ്റ് ഇമേജറീസ് എന്ന് പറയുന്നത്. The size of the smallest object on the Earth's surface that the satellite sensor can distinguish is called as spatial resolution. അപ്പൊ ഈ ഏറ്റവും ചെറിയ വസ്തു, അതായത് ഈ പറയുന്ന സാറ്റലൈറ്റുകളുടെ സെൻസറുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വസ്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ വസ്തുവിനെ അറിയപ്പെടുന്ന പേരാണ് സ്പേഷ്യൽ റെസല്യൂഷൻ. അപ്പോൾ ഓരോ വസ്തുക്കളും ഇപ്പം വളരെ ഉയരത്തിലായിരിക്കും ഈ സാറ്റലൈറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓരോ വസ്തുക്കളും പുറപ്പെടുവിക്കുന്ന എനർജി വ്യത്യസ്ത തരത്തിലായിരിക്കും. ചിലപ്പോൾ വളരെ ചെറിയ ഒബ്ജക്റ്റ്, ഇപ്പൊ സാറ്റലൈറ്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ 1 മീറ്റർ നീളം 1 മീറ്റർ വീതിയുള്ള വസ്തുക്കളായിരിക്കും സാറ്റലൈറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ ഒബ്ജക്റ്റ്. അപ്പൊ അങ്ങനെ ഏറ്റവും ചെറിയ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സ്പേഷ്യൽ റെസല്യൂഷൻ ഓഫ് ദ സെൻസർ. ആ സെൻസറിന്റെ സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് പറയും. The size of the smallest object on the Earth's surface that the satellite sensor can distinguish is called the spatial resolution of the sensor. അപ്പോഴ് നമ്മൾ ഇതൊക്കെ ഈ സാറ്റലൈറ്റുകൾ വഴി എടുത്ത പിക്ചറുകളാണ്. നമ്മളിപ്പോൾ നിങ്ങൾ മൊബൈലിലൊക്കെ GPS മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ മാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത് ഇതിന്റെയൊക്കെ സഹായത്തോടെ, ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പിക്ചറുകളെല്ലാം തന്നെ കാണുകയും അതിനെ മനസ്സിലാക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്കാണ് പോകാനുള്ളത്. ഇനി നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതിൽ എഴുതിയിരിക്കണേന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് അതിന്റെ സ്പേഷ്യൽ റെസല്യൂഷനാണ് എഴുതിയിരിക്കുന്നത്. സ്പേഷ്യൽ റെസല്യൂഷൻ അതായത് സ്ക്വയർ മീറ്ററിലുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ലാൻഡ്സാറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഓരോ സാറ്റലൈറ്റുകൾക്കും 79 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള വസ്തുക്കളാണ് അതിന്റെ ഏറ്റവും ചെറിയ വസ്തു എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ സ്പോട്ട് എന്ന് പറയുന്നത് അതിന് 20 ആയിരിക്കും. ഇപ്പൊ IRSന്റെ സാറ്റലൈറ്റുകൾക്ക് 5.8 ആയിരിക്കും. ഇപ്പം ജിയോയുടെ സാറ്റലൈറ്റ് 0.6. അപ്പൊ ഇതൊക്കെ വളരെ ചെറിയ ഒബ്ജക്റ്റ് പോലെ ഐഡന്റിഫൈ ചെയ്യും. പക്ഷെ ഇത് ഇത്തിരി വലിപ്പമുള്ള ഒബ്ജക്റ്റിനായിരിക്കും ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ റിമോട്ട് സെൻസിങ് ടെക്നോളജിയുടെ യൂസസ് ആണ്. എന്തൊക്കെ ആവശ്യം, നമ്മളിപ്പോൾ പറഞ്ഞു സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങും ഏരിയൽ റിമോട്ട് സെൻസിങ്ങും പറഞ്ഞു അല്ലെ. അതായത് നമ്മൾ ഭൂതലത്തിൽ ക്യാമറകൾ ഉപയോഗിച്ച് എടുക്കുന്നതുണ്ട്, അതായത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. പിന്നെ ഏരിയൽ റിമോട്ട് സെൻസിങ്, നമ്മൾ വിമാനങ്ങളിലോ ബലൂണുകളിലോ ക്യാമറ ഘടിപ്പിച്ചെടുക്കുമ്പോൾ അത് ഏരിയൽ റിമോട്ട് സെൻസിങ് ആയി, അല്ലെങ്കിൽ ആകാശീയ വിദൂര സംവേദനം നമ്മൾ പറയും. പിന്നെ ഉള്ളത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ ഉപഗ്രഹ വിദൂര സംവേദനം. ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളാണ് അല്ലെ, കൃത്രിമ ഉപഗ്രഹങ്ങളാണ് അതിന് നമുക്ക് സഹായിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ദ യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ് ടെക്നോളജി. അതായത് ഈ വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. അതിൽ ഒന്നാമത് ഫോർ അസസ്മെന്റ് ഓഫ് വെദർ ആൻഡ് ഇറ്റ്സ് ഒബ്സർവേഷൻ.
കാലാവസ്ഥയെക്കുറിച്ച് നമുക്ക് പ്രവചനം നടത്തുന്നതിനും അതിനെ നിരീക്ഷിക്കുന്നതിനും ഒക്കെ നമുക്ക് ഈ ടെക്നോളജി സഹായിക്കും. വെതർ ഇൻഫർമേഷൻ, അതായത് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ഒക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. പിന്നെ ഫോർ ഓഷൻ എക്സ്പ്ലോറേഷൻ, സമുദ്രത്തെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ സമുദ്രത്തിന്റെ ഉള്ളറകളെ കുറിച്ചും മറ്റും പഠിക്കുന്നതിന്, അതിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് നമുക്കിത് സഹായിക്കും, ഓഷൻ എക്സ്പ്ലോറേഷൻ. അതോടൊപ്പം തന്നെ അടുത്ത യൂസസ് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാൻഡ് യൂസ് ഓഫ് ആൻ ഏരിയ. ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഭൂമി, ഒരു പ്രത്യേക സ്ഥലം നമുക്ക് എങ്ങനെയൊക്കെ അതിനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ആ ഏരിയ, ഇപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റേ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ, ഗ്രൗണ്ട് കാര്യങ്ങൾ, എയർപോർട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ലാൻഡിനെ നമുക്ക് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഈ സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടി മുൻകൂട്ടി ഒരു ചിത്രം നമ്മൾ ഉണ്ടാക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിനെ സർവേകളൊക്കെ നടത്തി അതിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അതിനും ഇത് സഹായിക്കും. ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ലാൻഡ് യൂസ് ഓഫ് ആൻ ഏരിയ, ഫോർ മോണിറ്ററിങ് ദ ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്, അതിനൊക്കെ തന്നെ വരൾച്ച, അതിനൊക്കെ തന്നെ വെള്ളപ്പൊക്കം തുടങ്ങിയ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ ഇത് സഹായിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് ഇതുവഴി സഹായിക്കും. ഫോർ ഐഡന്റിഫൈങ് ഫോറസ്റ്റ് ഫയർ ഇൻ ഡീപ് ഫോറസ്റ്റ് ആൻഡ് അഡോപ്റ്റ് കൺട്രോളിങ് മെഷേഴ്സ്. ഇപ്പൊ ഉദാഹരണത്തിന് വളരെ ഉൾക്കാട്, ആ കാട്ടിൽ കാട്ടുതീ ഉണ്ടായി. അപ്പൊ ഈ കാട്ടുതീ ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് അവിടെ ചെല്ലാനോ അറിയാനോ പറ്റത്തില്ല. പക്ഷെ ഇത് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ഏത് ഭാഗത്താണ്, എത്ര ഏരിയയുടെ ഉള്ളിലാണ്, എങ്ങനെ നമുക്ക് അവിടെ എത്തിച്ചേരാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഫോർ ഐഡന്റിഫൈങ് ദ ഫോറസ്റ്റ് ഫയർസ് ഇൻ ഡീപ് ഫോറസ്റ്റ് ആൻഡ് ടു അഡോപ്റ്റ് കൺട്രോളിങ് മെഷേഴ്സ്. നെക്സ്റ്റ്, ടു കളക്ട് ഡേറ്റ റിഗാർഡിംഗ് ദ എക്സ്റ്റെന്റ് ക്രോപ്സ് സ്പ്രെഡ് ഓഫ് പെറ്റ്സ് അറ്റാക്ക്. അതിനൊക്കെ തന്നെ പെസ്റ്റ് അറ്റാക്ക്, പെസ്റ്റ് ഒക്കെ കീടങ്ങളൊക്കെ വന്ന്, ഇപ്പൊ ഉദാഹരണത്തിന് പ്രദേശത്തെ കാർഷിക മേഖലയെ ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങളോ അല്ലെങ്കിൽ അണുക്കളോ ഒക്കെ ബാധിക്കുകയാണെങ്കിൽ അതെങ്ങനെ, ഏതൊക്കെ തരത്തിലുള്ള പിന്നെ കീടങ്ങളാണ് അവിടെ ബാധിക്കുന്നത്, അതിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ്, ഫോർ ഓയിൽ എക്സ്പ്ലോറേഷൻ, അതായത് എണ്ണകളും മറ്റു എണ്ണയുടെയൊക്കെ നിക്ഷേപം എവിടെയാണുള്ളത്, പെട്രോളിയം പ്രോഡക്ട്സുകളുടെയൊക്കെ നിക്ഷേപം, അതിന്റെ ഡെപ്പോസിറ്റ് എവിടെയാണുള്ളത്, അത് കണ്ടെത്താൻ കഴിയും, ഓയിൽ എക്സ്പ്ലോറേഷൻ. ഫോർ ടു ലൊക്കേറ്റ് ഗ്രൗണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ പ്ലേസസ്. ഇനി പല സ്ഥലങ്ങളിലും ഭൂമിയിൽ, ഇപ്പം ചില സ്ഥലങ്ങളിൽ നമുക്ക് പുറമേ നോക്കി അറിയാൻ കഴിയില്ല. പക്ഷെ ഈ സാറ്റലൈറ്റ് സർവേകളും അല്ലെങ്കിൽ ഈ റിമോട്ട് സെൻസിങ് ടെക്നോളജി ഉപയോഗിച്ച് ആ പ്രദേശത്ത് വെള്ളമുള്ള സ്ഥലമാണോ, അവിടെ കിണർ കുഴിച്ചാൽ പറ്റുമോ, അല്ലെങ്കിൽ അവിടെ ബോർവെൽ അടിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. സോ ലൊക്കേറ്റ് ടു ഗ്രൗണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ പ്ലേസസ്. ദീസ് ആർ ദ യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ് ടെക്നോളജി. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കുറച്ച് പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകളാണ് ഏതിന്റെ യൂസസ്, റിമോട്ട് സെൻസിങ് ടെക്നോളജിയിൽ യൂസ് ചെയ്ത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ് ടെക്നോളജി. അതൊന്ന് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ അതാണ് അതിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, so we can prepare maps, tablets and graphs to find specific answers to our queries by analyzing the information obtaining through the remote sensing and other means of using computer based technology are called geographic information system. നമ്മൾ ഇനി അടുത്ത ഒരു സംഭവത്തിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്, GIS അല്ലെങ്കിൽ geographic information system. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ജിയോഗ്രഫിയിലെന്നല്ല മറ്റുള്ള എല്ലാ മേഖലയിലും ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് GIS, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇപ്പൊ എന്താണ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒരു ഭൂമിയുടെ വളരെ വിശാലമായ ഒരു ഏരിയ, അതിന് ചിലപ്പോൾ നമുക്ക് റിമോട്ട് സെൻസിങ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോഴത്തേക്ക് അങ്ങനെ വരുന്ന സമയത്ത് വി ക്യാൻ പ്രിപ്പയർ മാപ്പ്, നമ്മളുടെ മാപ്പുകൾ ഉപയോഗിക്കും, ടാബ്ലറ്റ് ആൻഡ് ഗ്രാഫ്, ടേബിൾസ് ആൻഡ് ഗ്രാഫ്, ടേബിളുകളും ഗ്രാഫുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. ആൻഡ് ടു ഫൈൻഡ് സയന്റിഫിക് ആൻസേഴ്സ് ടു അവർ ക്വയറീസ്, അതുവഴി ശാസ്ത്രീയമായ നമ്മുടെ ചോദ്യങ്ങൾക്ക് ശാസ്ത്രീയമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ അതിനെക്കുറിച്ച് പഠനം നടത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും, അത് റിമോട്ട് സെൻസിങ്, നമ്മൾ നേരത്തെ റിമോട്ട് സെൻസിങ്ങിലൂടെ തന്നെ ശേഖരിക്കുന്ന വിവരങ്ങൾ പല രീതിയിൽ അനലൈസ് ചെയ്യുകയും അതിനെ മാപ്പുകളാക്കുകയും ടേബിൾസുകളാക്കുകയും ഗ്രാഫുകളാക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ പഠനത്തിനെ കുറച്ചുകൂടി സുഗമമാക്കുന്ന ഒരു ടെക്നോളജിയാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്നോളജിയാണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ഭൂതല നമ്മൾ നേരത്തെ പറഞ്ഞ വിദൂര സംവേദനം എന്നല്ലേ പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം വിദൂര സംവേദന സംവിധാനം, അല്ലെങ്കിൽ നമ്മൾ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് GIS എന്ന് പറയുന്നത്. ഇപ്പൊ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം വിച്ച് ഈസ് ഡേറ്റ കളക്ടഡ് ഫ്രം സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ലൈക്ക് മാപ്സ്, ഏരിയൽ ഫോട്ടോഗ്രാഫ്സ്, സാറ്റലൈറ്റ്സ് ഇമേജറീസ്, ടാബ്ലറ്റ് സർവേസ് എക്സെട്ര. ഇപ്പൊ നമുക്ക് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ ആണ്. ഇതുവഴി പലതരത്തിലുള്ള മാപ്പുകൾ, ഏരിയൽ ഫോട്ടോഗ്രാഫുകൾ, സാറ്റലൈറ്റ് ഇമേജറീസ്,
സർവേകൾ, ടേബിൾസ്, ഇങ്ങനെ പല കാര്യങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി നമുക്ക് അനലൈസ്. അപ്പോൾ നമ്മൾ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മളെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി മാപ്പുകൾ, അല്ലെങ്കിൽ ഏരിയൽ ഫോട്ടോഗ്രാഫ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമേജറീസ്, ടേബിൾസ്, സർവേകൾ, ഇങ്ങനെ പല കാര്യങ്ങളെയും നമ്മൾ കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്ന അത് ചിലപ്പോൾ പല രൂപത്തിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ അതിനെ മാപ്പുകളായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും, ടേബിൾസുകളായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, ഗ്രാഫ് രൂപേണ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവഴിയൊക്കെ ഈ ഓരോ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റകൾ കിട്ടുന്നു, അതിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് സന്നിവേശിപ്പിക്കുന്നു, സന്നിവേശിപ്പിച്ചിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കുന്ന ആൻസർ, കുറെ ചോദ്യങ്ങൾക്കുള്ള ആൻസറുകൾ കിട്ടുന്നു. അതിനെ പല രൂപത്തിൽ നമുക്ക് ഇപ്പം മാപ്പുകളായിട്ടും ഗ്രാഫുകളായിട്ടും അല്ലെങ്കിൽ CD-യോ പെൻ ഡ്രൈവിലോ അങ്ങനെയൊക്കെ എടുത്ത്, അല്ലെങ്കിൽ അതിനെ പല ഫോർമാറ്റ് PDF-ഓ ഇമേജസ് ഒക്കെ ആക്കി നമുക്ക് മാറ്റി നമുക്ക് പഠനം ചെയ്യാൻ കഴിയും. അപ്പൊ ഇതുവഴിയാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ഇതിൽ കിട്ടുന്ന ഡീറ്റെയിൽസ് CD-കൾ വഴി നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് അതിനെ പല ലെയറുകളായിട്ട് മാറ്റിയെടുക്കുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഉള്ള ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങളായിട്ട് അനലൈസ് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടായിട്ട് അതിന്റെ ടേബിളുകളും ഗ്രാഫുകളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാൻ കഴിയും. അപ്പൊ ഇതാണ് GIS എന്ന് പറയുന്നത്. ഇനി GIS-ലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. All data analysis with GIS are done based on the two kinds of data. GIS-ലേക്ക് അല്ലെങ്കിൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പഠനത്തിനായിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള വിവരശേഖരണമാണ് നടത്തുന്നത്. അതിലൊന്ന് സ്പേഷ്യൽ ഡേറ്റ. സ്പേഷ്യൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൊക്കേഷൻ ഓഫ് അവർ കൺട്രി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ വെബ്സൈറ്റ് Bhuvan, that is or with the atlas. Each feature of the surface of the earth as location its own. Such features of the earth's surface having specific location is known as spatial data. അതായത് നമ്മൾ സാധാരണ നമ്മൾ മാപ്പുകളോ അല്ലെങ്കിൽ അറ്റ്ലസുകളോ ഒക്കെ ഉപയോഗിച്ച് ഭൂമിയുടെ അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിന്റെ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ, ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ അക്ഷാംശ രേഖാംശീയ സ്ഥാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പിന്നെ ഈ പറഞ്ഞ മാപ്പുകളുടെ സഹായത്തോടു കൂടി നമ്മുടെ എർത്ത് സർഫസിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഓരോ പ്രദേശങ്ങളെ, പ്രത്യേകം സ്ഥലങ്ങളെ, ആ ലൊക്കേഷനുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്ന രീതിയാണ്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു വിവരശേഖരണമാണ് സ്പേഷ്യൽ ഡേറ്റ എന്ന് പറയുന്നത്. സ്പേഷ്യൽ ഡേറ്റയിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയ ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരു പ്രത്യേക ഏരിയയിലായിരിക്കും കൂടുതലായിട്ട് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മാപ്പുകളോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. ഇപ്പം ഈ പറയുന്ന ഭുവൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിക്കുന്ന മാപ്പുകളൊക്കെ അടങ്ങിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് അതിലെ കയറുകയോ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്ലസ് മാപ്പുകളുടെ ഒരു കൂട്ടമാണ് നമ്മൾ അറ്റ്ലസ് എന്ന് പറയും. അപ്പൊ അത്തരത്തിലുള്ള ധാരാളം മാപ്പുകൾ കൂടി ചേരുമ്പോഴാണ് അറ്റ്ലസ് രൂപം കൊള്ളുന്നത്, അല്ലെങ്കിൽ അറ്റ്ലസ് നമ്മൾ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിൽ അറ്റ്ലസുകളുടെ സഹായത്തോടു കൂടി എർത്ത് സർഫസിലെ സ്പെസിഫിക് ലൊക്കേഷൻ ടു ഐഡന്റിഫൈ എ സ്പെസിഫിക് ലൊക്കേഷൻ, ഒരു പ്രത്യേക ഒരു പ്രദേശം നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് സ്പേഷ്യൽ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഏരിയ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് സ്പെഷ്യൽ ഡേറ്റ ഓൺ എർത്ത് സർഫസ് ഈസ് കാൾഡ് ആട്രിബ്യൂട്ട്സ്. അതായത് നമ്മൾ ഈ സ്പെഷ്യൽ ഡേറ്റ വഴി എടുക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് തന്നെ അറിയാം, നിങ്ങളിപ്പോൾ പഠിക്കുന്ന അവലോഞ്ചേരി സ്കൂളിലാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ ആ ഒരു സ്കൂളിൽ ഉള്ള പിന്നെ സ്ഥാനം നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യും. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ സ്ഥാനം അടിസ്ഥാനപ്പെടുത്തി ആ സ്കൂളും മറ്റുമൊക്കെ നമ്മൾ എഴുതിയതിനു ശേഷം അതിന്റെ കുറച്ചുകൂടെ അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ ആ പറയുന്ന പിന്നെ സ്പെഷ്യൽ ഡേറ്റ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കുറച്ചുകൂടെ അഡീഷണൽ ഇൻഫർമേഷൻ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ കൂട്ടി യോജിപ്പിക്കുന്ന അഡീഷണൽ ഡീറ്റെയിൽസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് സ്പെഷ്യൽ ഡേറ്റ. അപ്പോൾ ഒരു സ്പെഷ്യൽ ഡേറ്റ എന്ന് പറയുന്നത് ധാരാളം ആട്രിബ്യൂട്ട്സുകൾ കൂടി ചേർന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം സ്കൂളിന്റെ ഒരു കാര്യമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നതാണ് മൊത്തത്തിലുള്ള ഒരു സ്പെഷ്യൽ ഡേറ്റ. അപ്പൊ ആ സ്പെഷ്യൽ ഡേറ്റ സ്കൂൾ ആകണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? അവിടെ ടീച്ചേഴ്സ് വേണം, അല്ലെങ്കിൽ ക്ലാസ് റൂംസ് വേണം, സ്റ്റുഡൻസ് വേണം, അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആട്രിബ്യൂട്ട്സുകൾ എല്ലാം കൂടി ചേർന്നതാണ് എന്ന് പറയുന്നത് ഈ സ്പേഷ്യൽ ഡേറ്റ എന്ന് പറഞ്ഞ സ്കൂളായി മാറുന്നത്. മനസ്സിലായോ? അപ്പൊ സ്പേഷ്യൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു ഏരിയയാണ്. അതിനെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പല പിന്നെ ഡിവിഷൻസിനെ അല്ലെങ്കിൽ പല പാർട്ടുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിനിപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്ത ഒരു സ്കൂളിനെ നമുക്ക് സ്പെഷ്യൽ ഡേറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്കൂളിലുള്ള നമ്പർ ഓഫ് ടീച്ചേഴ്സ്, നമ്പർ ഓഫ് ക്ലാസ് റൂംസ്, സ്റ്റുഡൻസ്, പിന്നെ അതിനൊക്കെ തന്നെ സ്കൂളിന്റെ നില, ഇപ്പൊ മൾട്ടി സ്റ്റോറീഡ് ആണോ, സിംഗിൾ സ്റ്റോറീഡ് ആണോ, ഒരു നിലയാണോ, രണ്ട് നിലയാണോ,
അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്തൊക്കെയാണ്, കമ്പ്യൂട്ടർ ലാബ് ഉണ്ടോ, ലൈബ്രറി ഉണ്ടോ, അങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളും നമുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ച് അതിനെ അങ്ങനെ എടുക്കുന്ന ഡീറ്റെയിൽസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ സ്പേഷ്യൽ ഡേറ്റാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്പേഷ്യൽ ഡേറ്റയുടെ ബേസിലാണ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ എപ്പോഴും ഇതിലെ ലെയറുകളായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ശേഖരിക്കുന്നത്. ലെയറുകൾ അല്ലെങ്കിൽ പാളികൾ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ഇപ്പൊ കമ്പ്യൂട്ടറിൽ നമ്മളിപ്പോ ഒരു ഫോൾഡർ എടുക്കും. ഈ ഫോൾഡറിനകത്ത് തന്നെ പിന്നും പലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഒരു ഡ്രൈവിനകത്ത് ഇപ്പൊ സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ഒരു ഡ്രൈവ് എടുക്കുന്നു. ആ ഡ്രൈവിനകത്ത് നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഫോൾഡറിന്റെ പേര് മ്യൂസിക് എന്ന്. അപ്പൊ ആ മ്യൂസിക് നമ്മൾ അത് ഓപ്പൺ ആക്കും. അതിനകത്ത് നമുക്ക് ഓരോന്നിനെ നമുക്ക് തരംതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ പല പല കാറ്റഗറി ആയിട്ട് പല പല ഫോൾഡറുകൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ യേശുദാസ് ഹിറ്റ്സ്, പിന്നെ MG ശ്രീകുമാർ ഹിറ്റ്സ്, ചിത്ര അല്ലെങ്കിൽ അങ്ങനെയുള്ള മലയാളം ഹിറ്റ്, ചിത്ര ഹിറ്റ്സ്, പിന്നെ അതല്ലെങ്കിൽ പിന്നെ തമിഴ് ഹിറ്റ്സ് അല്ലെങ്കിൽ ഹിന്ദി ഹിറ്റ്സ്, ഇങ്ങനെ മാറ്റുന്നു. അപ്പൊ അതിൽ തന്നെ പിന്നെ യേശുദാസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ യേശുദാസിന്റെ ക്ലാസിക് സോങ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് സോങ്സ് അല്ലെങ്കിൽ ഓൾഡ് സോങ്സ്, ന്യൂ സോങ്സ്, അങ്ങനെ നമുക്ക് തരംതിരിക്കും. അപ്പൊ ഇതെല്ലാം ലെയറുകളായിട്ടാണ് അടിക്കുന്നത്. അപ്പൊ അതിനെല്ലാം നമ്മൾ ഒറ്റ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫോൾഡറിനകത്തായിരിക്കും. പക്ഷെ അതിനകത്ത് തന്നെ അത് പല പല ലെയറുകളായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അല്ലേ? അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം. നമ്മൾ ഫോട്ടോസും വീഡിയോസും സോങ്സും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. മൊബൈലിലായിരുന്നാലും അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിലായിരുന്നാലും ഒക്കെ അങ്ങനെയാണ്. സോ the topographic maps shown in the figure have you seen the natural and man-made features like streams, roads, vegetation, buildings, etc. on the map. അപ്പോൾ നമുക്കറിയാം, നമ്മളെ സാധാരണഗതിയിലുള്ള മാപ്പുകളിൽ പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ അതിനകത്ത് കാണാൻ കഴിയും. ഇപ്പം അരുവികൾ കാണാൻ കഴിയും, റോഡുകൾ കാണാൻ കഴിയും, സസ്യങ്ങളും ജന്തുക്കളും കെട്ടിടങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അതിൽ കാണാൻ കഴിയും. അപ്പൊ വി ക്യാൻ സെപ്പറേറ്റ് ദ ഫീച്ചേഴ്സ് വൺ ബൈ വൺ, മേക്ക് സെപ്പറേറ്റ് മാപ്സ്. ഇപ്പൊ നമുക്ക് പിന്നെ ഓരോ കാര്യങ്ങളെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് മാപ്പുകൾ നമുക്ക് വേണ്ടി വരും. പക്ഷേ ഈ GIS സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് അതിലൂടെ ഒറ്റ മാപ്പിൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് പല കാര്യങ്ങളെയും പ്രത്യേകം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ അല്ലാതെ നിർമ്മിക്കുന്ന മാപ്പാണെങ്കിൽ നമ്മൾ ഓരോ ഇപ്പൊ സ്ട്രീംസിന് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഒരു മാപ്പ് വേണം, റോഡിന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഒരു മാപ്പ് വേണം, വെജിറ്റേഷൻസിന് അല്ലെങ്കിൽ ബിൽഡിങ്സിന്, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് മാപ്സുകൾ വേണ്ടി വരും. പക്ഷേ നമ്മളിപ്പോ ഈ പറഞ്ഞ GIS ടെക്നോളജിയിലാണ് നമ്മളിപ്പോ ഒരു ഏരിയ മുഴുവനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഓരോന്നിനായിട്ടും സെപ്പറേറ്റ് ആയിട്ട് മാറ്റാൻ കഴിയും. അല്ലെങ്കിൽ റോഡുകൾ ഇത്ര, അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ ഇങ്ങനെ, അല്ലെങ്കിൽ വെജിറ്റേഷൻ ഇങ്ങനെ ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് പോസിബിൾ ത്രൂ GIS. ഇത് സഹായിക്കുന്നത് നമുക്ക് ഈ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴിയാണ്. ഇപ്പോൾ റോഡ് എക്സെട്ര ഷോൺ സെപ്പറേറ്റ്ലി ഇൻ ദ ഫിഗർ. That thematic maps prepared on stored of geographical information system for analytical purpose are called layers. അപ്പോൾ ഇത്തരത്തിൽ പല പല ആവശ്യങ്ങൾക്കായിട്ട് ജിയോഗ്രഫി ഇൻഫർമേഷൻ സിസ്റ്റത്തിന്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടോപ്പോഗ്രാഫി മാപ്പിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതിൽ നിന്ന് ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീമാറ്റിക് മാപ്സ്, ഒരു പ്രത്യേക കാര്യങ്ങൾ മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത് പഠിക്കുന്നതിന് നമ്മളെ ഏത് സഹായിക്കും? ഈ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സഹായിക്കും. അതിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ലെയറുകളായിട്ടായിരിക്കും ഇതായിട്ട്. നിങ്ങൾ ഫോട്ടോഷോപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയും, നമ്മൾ ഓരോ ഒരുമിച്ച് നമ്മൾ പടം കാണുമെങ്കിലും അതിനകത്ത് പല ലെയറുകളായിട്ടായിരിക്കും അതിലിരിക്കുന്നത്. അപ്പൊ നമ്മളതിൽ ഓരോന്നിനെയും നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാർട്ടായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പക്ഷെ നമ്മൾ പിക്ചറോ അല്ലെങ്കിൽ ആ മൊത്തത്തിലൊരു മാറ്ററോ ഒരു നോട്ടീസിൽ എല്ലാ ഫോട്ടോസും നമ്മൾ ഒരുമിച്ച് ഒറ്റ കാണുകയാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ട്യൂഷൻ സെന്ററിന്റെ തന്നെ റിസൾട്ടിന്റെ ഒരു നോട്ടീസ്, അപ്പൊ അത് ഫോട്ടോഷോപ്പിൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരൊറ്റ നോട്ടീസ് ആയിട്ട്, പക്ഷെ അതിൽ ഓരോ ഫോട്ടോസും ഓരോ മാറ്ററുകളും ഒക്കെ പ്രത്യേക ലെയറുകളായിട്ടായിരിക്കും. ഈ ഓരോ ലെയറുകളെ നമുക്ക് എഡിറ്റ് ചെയ്യുകയോ നമുക്ക് ഡിലീറ്റ് ചെയ്യുകയോ നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്തുകയോ ഒക്കെ തന്നെ ചെയ്യാൻ കഴിയും. അപ്പൊ അതേപോലെ ഇവിടെയും ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ലെയറുകളാണ് കേട്ടോ. ഇപ്പൊ ദ സ്പേഷ്യൽ റിലേഷൻഷിപ്പ് among the features of the surface of the earth is easily understood the analyzing of the appropriate layers. അപ്പൊ നമ്മൾ ഓരോ ലെയറുകളായിട്ടാണ്. ഇപ്പൊ ഇതിൽ തന്നെ മൊത്തത്തിലുള്ള ടോപ്പോ ഷീറ്റ് ഇതിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഓരോ ലെയറുകളായിട്ട്, അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ ഒരൊറ്റ ടോപ്പോ ഷീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ ലെയർ 1, 2, 3, 4 ഇങ്ങനെ പലതായിട്ട് തിരിക്കരുത്. ഇതെല്ലാം കൂടെ മെർജ് ചെയ്യുമ്പോൾ ഒരൊറ്റ ടോപ്പോ ഷീറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അത് നമുക്ക് ഈ GIS സാങ്കേതിക വിദ്യ വഴി നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്, അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് GISന്റെ അനലിറ്റിക്കൽ കേപ്പബിലിറ്റീസ് ഓഫ് GIS.